വസീഫിലേക്ക് വരുമ്പോൾ, വസീഫ് നേരത്തെ ശ്രീനിയാസ് പറഞ്ഞു വെച്ചതിൽ ആണ് ഒന്ന്, ഇന്ന് പ്രതിപക്ഷ നേതാവിനെ നോട് മാപ്പ് പറയുമ്പോൾ അത് വലിയ സ്വീകാര്യതയും ശരിയായ അൻവറിനെ കാണുന്നു. എന്നാൽ മുമ്പ് പറഞ്ഞതിൽ, ഇപ്പോൾ സജീവൻ പറഞ്ഞ പോലെ ഒരുപാട് തെളിവുണ്ടെന്ന് പറഞ്ഞ അൻവറിനെ പിന്നീട് ആ വഴിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇനി പോലീസിൽ വിശ്വാസമില്ലെങ്കിൽ കോടതിയിൽ പോകാം, ഈ തെളിവുകൾ കോടതിയിൽ കൊടുക്കാം. മാത്രമല്ല കഴിഞ്ഞൊരു 8 വർഷക്കാലമായി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷത്തിന് ഒരു കേസിൽ പോലും, ഒരു ആരോപണത്തിൽ പോലും സർക്കാരിനെ കോടതിയിലടക്കം തുറന്നു കാട്ടാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ പക്ഷത്ത് നിന്ന് ആധികാരിക വിജയം നേടാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഏറ്റവും ശക്തമായ വിമർശനം, പബ്ലിസിറ്റി സ്റ്റണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെന്ന് പറയുന്നത്, കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ ഈ തെളിവുകളുള്ള അൻവർ കോടതിയിൽ പോയി ഒരു ഫൈറ്റ് നടത്തി പ്രതിപക്ഷത്തിനൊരു മുതൽക്കൂട്ടായനെ. ആ വഴിയിലും നമ്മൾ അൻവറിനെ കണ്ടില്ല. സുധാകരനോട് മാപ്പ് സതീശനോട് മാപ്പ് പറഞ്ഞ അൻവറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് ശരിയായി എടുക്കുകയും മറ്റുള്ള കാര്യത്തിൽ ഇപ്പോഴും അൻവറിൽ വലിയ വിശ്വാസമുണ്ടെന്ന് പറയാനും ശ്രമിക്കുന്ന നിയാസ് താങ്കളുടെ മുമ്പിലുണ്ട്. എന്നാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അൻവർ UDF-കാരനല്ല, തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ കേരളത്തിലെ UDF ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞോ വസീഫ്, നിയാസ് പറഞ്ഞത് കേൾക്കുമ്പോൾ? ശരത്ത്, ഇവിടെ ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷത്തെ നേതാക്കന്മാരോ പ്രവർത്തകരോ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കേരളത്തിലെ ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി, കേരളം അർഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി VD സതീശൻ ഇതുവരെ ഉയർന്നിട്ടില്ല എന്ന ബോധ്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്കുള്ളത്. നമ്മളൊക്കെ എത്രയോ ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. KPCC പ്രസിഡന്റിനോട് വരെ മൈക്കിന് വേണ്ടി കലപില കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ ഈ കേരളത്തിൽ? ഇവരെക്കുറിച്ച് എന്ത് പറയാനാ? ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇതാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇടപെടാറ് എന്നല്ലേ മൈക്കിന് വേണ്ടി ബഹളം വെച്ചപ്പോൾ ഇവർ പറഞ്ഞത്. പക്ഷേ ഈ VD സതീശൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റണം, എന്നിട്ട് എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു വലിയ നടക്കാത്ത സ്വപ്നവുമായിട്ട് നടക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നു, അതിന് SDPIയെ കൂട്ടുന്നു, അതിനി അൻവർ ആണെങ്കിൽ അൻവറിനെ കൂട്ടുന്നു. അൻവർ ഇനി എന്തോ പറഞ്ഞോട്ടെ, കുറച്ച് പിണറായി വിജയനെ തെറി വിളിച്ചാൽ അതങ്ങ് നടക്കും. ഇവിടെ സകല KSUവിൻ്റെ ചെറിയ കുട്ടികൾക്കും ഇവർ എഴുതി കൊടുക്കുന്ന പ്രസംഗം ഇവർ പറഞ്ഞു കൊടുക്കുന്ന എന്താ? പിണറായി വിജയനെ തെറി വിളിക്കാനാണ്. യൂത്ത് കോൺഗ്രസിനൊക്കെ മറ്റൊരു അജണ്ടയില്ല പിണറായി വിജയനെ തെറി വിളിക്കുക. ഈ അജണ്ട മാത്രമേ ഉള്ളൂ. ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? വസ്തുതകൾ നിരത്തി എന്തെങ്കിലും ഉന്നയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടോ? ഒന്നുമില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞമ്മക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് അധികാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വെറും ഡയലോഗ് സതീശനാണ് ഈ സതീശൻ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു കൂട്ടാണ് അൻവർ, എന്താ സംശയം? VD സതീശന് ഏറ്റവും പറ്റിയ ഒരു കൂട്ടാണ് ആര്? അൻവർ. പൂഞ്ഞാറിലെ PC ജോർജാണ് നിലമ്പൂരിലെ PV അൻവർ എന്ന് ഇതിനോടകം ഈ കേരളം അംഗീകരിച്ചതല്ലേ. അതുകൊണ്ട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം കുറേയേറെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഇടതുപക്ഷം പോലും, ഇടതുപക്ഷത്തിൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും ഉന്നയിക്കാൻ മടി കാണിക്കുന്ന പല ആക്ഷേപങ്ങളും ഇവരുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ പോലും ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ പാലക്കാട് നടന്ന ഒരു, ഇടത്തനാട്ടുകരയിൽ നടന്ന ഒരു പ്രസംഗം നമുക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്? ഇതൊക്കെ അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നതാണോ? അതൊന്നും അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ DMK പറ്റിയില്ല, DMKയുടെ കൂടെ നിന്ന് പിന്നീട് അത് അംഗീകരിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ തൃണമൂൽ കോൺഗ്രസിൽ പോയി, അവിടെ ഇപ്പോൾ ഒരു അംഗത്വം എടുത്തു, സ്വാഭാവികമായിട്ടും MLA സ്ഥാനം പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ നാളെ അദ്ദേഹം എന്താണ് പറയുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ന്യായമായും ഈ നാട് പ്രതീക്ഷിച്ചിരുന്നത് ഒരു നിയമ നടപടി നടക്കും, കൃത്യമായ തെളിവുകൾ ഹാജരാക്കും, എന്തെങ്കിലും ഒന്ന് വേണ്ടേ? നിങ്ങൾ നോക്കി എത്ര എയർ ടൈമാണ് ഈ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെ സംഭവങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്താണ് ഈ മാധ്യമങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ വിടുവായുത്തം കൊടുക്കേണ്ടി വരുന്നത്.